ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തിൻ ക്രസ്റ്റ് ചിക്കൻ പിസയാണ്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇന്ന് നമ്മൾ 2 തിൻ ക്രസ്റ്റ് ചിക്കൻ പിസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 3 കപ്പ് മൈദ മാവ് എടുക്കുക. നടുക്കൊരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ സോൾട്ട്, 2.25 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കുക. അതിനുശേഷം 1 കപ്പോളം വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ഈ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലംസ് ഒന്നും ഇല്ലാതെ നല്ലപോലെ നമ്മൾ കുഴച്ചെടുക്കണം. ഇതിൽ നല്ല ഗ്ലൂട്ടൻ ഫോം ആവുന്നവരെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ പ്രസ് ചെയ്താണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഇതിനൊന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഒന്ന് എണ്ണ തടവി ഒന്ന് മാറ്റി വയ്ക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഒരു പാത്രത്തിലാണ് ഇത് വയ്ക്കാൻ പോകുന്നത്. ഇതിൽ കുറച്ചും കൂടെ എണ്ണ തടവിയതിന് ശേഷം നമ്മൾ മുകളിൽ ഒരു ഷീറ്റ് വെച്ച് നമ്മളൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് പിസ്സ സോസ് ഉണ്ടാക്കാനായി ഒരു ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ആഡ് ചെയ്തതിന് ശേഷം വെളുത്തുള്ളി ആഡ് ചെയ്യണം, നന്നായിട്ട് സോട്ട് ചെയ്യുക. സവോള ആഡ് ചെയ്യുക, നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. അതിനുശേഷം തക്കാളി ആഡ് ചെയ്യുക, സോട്ട് ചെയ്യണം. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിനിടണം, ഷുഗർ ആവശ്യത്തിനിടണം. അതിനുശേഷം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സഡ് ഹെർബ്സ് ആണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മിക്സി ജാറിലേക്ക് ഇത് തട്ടിയതിന് ശേഷം ഇത് നന്നായിട്ട് നരച്ചെടുക്കണം. നമ്മുടെ പിസ്സ സോസ് റെഡിയായി. അതിനുശേഷം നമ്മുടെ മാവ് പ്രൂവ് ചെയ്യാൻ വെച്ചാൽ ഒന്നും കൂടെ എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ മാറ്റി വയ്ക്കേണ്ടതാണ്. ആ പാത്രത്തിൽ തന്നെ വീണ്ടും ഷീറ്റ് ഇട്ട് മാറ്റി വയ്ക്കുക. ഇതിൽ ഫില്ലിങ്സിനായിട്ട് ആവശ്യമുള്ള ചിക്കൻ നമ്മൾ ഡീബോൺ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. ശേഷം ആ ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളുടെ ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ചട്ടി വയ്ക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മളുടെ ചിക്കൻ അതിലേക്ക് തട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കളർ മാറി അതിൻ്റെ വെള്ളമൊക്കെ പുറത്ത് വന്ന് വീണ്ടും അത് പറ്റിയതിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം ഒരു പരുവത്തിൽ. അതിനുശേഷം നമ്മളുടെ മാവ് എടുത്തിട്ട് 2 ബോൾസ് ആക്കുക. എന്നിട്ട് അതിന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഈ പരത്തിയത് നമ്മൾ പിസ്സ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് എണ്ണ തടവിന് ശേഷം അതിലേക്ക് വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എല്ലാ അഡ്ജസ്റ്റിലും നല്ല കറക്റ്റായിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ച് എല്ലായിടും നല്ലതായിട്ട് കുത്തി കൊടുക്കണം. ഇതിൽ എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാനാണ് കുത്തി കൊടുത്തത്. അതിനുശേഷം നമ്മൾ പിസ്സ സോസ് നന്നായിട്ട് ഇതിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളുടെ ചിക്കൻ എല്ലാം നന്നായിട്ടൊന്ന് അടുക്കി വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ക്യാപ്സിക്കം, അതിനുശേഷം നമ്മളുടെ സ്വീറ്റ് കോൺ ആഡ് ചെയ്ത് കൊടുക്കണം. സ്വീറ്റ് കോൺ നമ്മൾ എല്ലായിടത്തും വെച്ചതിന് ശേഷം നമ്മളുടെ ചീസ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടതാണ്. ഡൈസ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ഓവനിലേക്ക് എടുത്ത് വെക്കുക. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് നമ്മളിവിടെ കുക്ക് ചെയ്യുന്നത്. ഇതേപോലെ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതിനെടുത്ത് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് നമ്മൾക്ക് ഇതിനെ പുറത്തെടുത്ത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൽ ചീസ് പുള്ളി ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും നമ്മളുടെ പിസ്സ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലെ നല്ല വീഡിയോസിനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്